അതിരൂപതയ്ക്ക് സഹായമെത്രാനെ പ്രഖ്യാപിക്കാത്തതിൽ കടുത്ത പ്രതിഷേധവുമായി എറണാകുളം അങ്കമാലി അതിരൂപത. സിറോ മലബാർ സിനഡിന്റെ അപക്വമായ നടപടികൾ അംഗീകരിക്കില്ലെന്ന് പ്രസ്താവന. നാളെ പ്രതിഷേധ ദിനമായി ആചരിക്കാനാണ് അതിരൂപതയുടെ തീരുമാനം. പരസ്യ പ്രതിഷേധവുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും രംഗത്ത്. സിനഡ് തീരുമാനം അധാർമികമെന്ന് അതിരൂപത സംരക്ഷണ സമിതി. വിവരങ്ങളുമായി അനിൽ ജോർജ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അനിൽ, എറണാകുളം അങ്കമാലി അതിരൂപത കടുത്ത പ്രതിഷേധവുമായി തന്നെ രംഗത്ത് വരികയല്ലേ? ായി സമാധാന അന്തരീക്ഷമായിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും കലാപ സമാനമായ സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. ഇന്ന് സിനഡിന്റേതായ ചില പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് 2 സഹായമെത്രാന്മാർ ഉണ്ടാകും എന്ന ഒരു പൊതുധാരണയുണ്ടായിരുന്നു. അത് ലംഘിക്കപ്പെട്ടു. ഈ സിനഡ് നടക്കുന്നതിന് മുമ്പ്, ഇതിനു മുമ്പ് നടന്ന സിനഡിൽ, ഈ വർഷത്തെ ആദ്യ മാസങ്ങളിൽ ജനുവരിയിൽ നടന്ന സിനഡിൽ തന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി 2 സഹായമെത്രാന്മാരെ നിശ്ചയിക്കുന്നതിന് വേണ്ടി 6 പേരടങ്ങുന്ന പാനൽ വത്തിക്കാനിലേക്ക് സമർപ്പിച്ചു എന്നായിരുന്നു അതിരൂപതയുടെ ചുമതലയുള്ള ആളുകൾ അതിരൂപത അംഗങ്ങളെ ധരിപ്പിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് താൽക്കാലികമായി നൽകിയ കുർബാന അർപ്പണ രീതിയിലെ ഇളവ് സ്ഥിരപ്പെടുത്തും തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങൾ പറയുന്നത്. ഈ ഉറപ്പ് പാലിച്ചുകൊണ്ട്, ഈ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവർ സമവായത്തിന് തയ്യാറായതെന്നും പറയുന്നു. എന്നാൽ ഈ സിനഡ് ഈ കുർബാന അർപ്പണ രീതിയിലെ ഇളവ് സ്ഥിരമാക്കി എടുക്കുക എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല. അത് ചർച്ചയ്ക്ക് പോലും എടുത്തില്ല എന്നത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് 2 സഹായമെത്രാന്മാർ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും പാലിക്കപ്പെട്ടില്ല. പകരം കോട്ടയം അതിരൂപതയ്ക്ക് ഒരു മെത്രാനെ നൽകുകയും ചെയ്തു. ഇത് കടുത്ത എതിർപ്പിനിടയാക്കി. നാളെ പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ്. വൈദികരും പരസ്യമായ പ്രസ്താവനയുമായി രംഗത്തെത്തി. അതിരൂപത സംരക്ഷണ സമിതി അതിരൂപതയാണ് കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അനിൽ ജോർജ് ആണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്.